മണിക്കുട്ടി എന്തെടുക്കുവാ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ തുണി മടക്കുകയാണെന്ന്. ആണല്ലേ, കണ്ടല്ലോ. എന്നിട്ട് എന്തിനാ ചോദിച്ചേ? അല്ല, ചുമ്മാ ചോദിച്ചതാ, എന്തെങ്കിലും സഹായം വേണോന്നറിയാൻ. സഹായം വേണോ വേണോ എന്നിങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കാതെ സഹായം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സഹായം ചെയ്യും. ഞാൻ സഹായം ചെയ്ത് തുടങ്ങിയല്ലോ. ആണല്ലേ? നാത്തൂനെ. നാത്തൂനാ? അല്ല, എനിക്ക് നാത്തൂനെന്ന് വിളിക്കുന്നതാ ഇഷ്ടം. കുഴപ്പമില്ലല്ലോ. നാത്തൂനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പറഞ്ഞു തോന്നരുത്. നാത്തൂന് എങ്ങനെയാ ഈ കുടുംബം ഇങ്ങനെ ഇത്ര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത്? അല്ല, വേറൊന്നുമല്ല, ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ, ഈ കുടുംബ പ്രശ്നങ്ങളെ ഇപ്പൊ എങ്ങനെയാണ് കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയും? നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇന്നതുപോലെ പോകണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്. അതിങ്ങനെ പോകുന്നു, അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ശരിക്കും പറഞ്ഞാലേ ഈ ജീവിതത്തിന്റെ വലിയൊരു സംഭവമാക്കി കാണുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നു. അതൊരു പ്രശ്നമൊന്നുമല്ല. നമ്മള് സാധാരണ പോലെ അങ്ങ് ജീവിച്ചു പോകുന്നു, വളരെ കൂളായിട്ട്. നമ്മളോടൊരു സ്നേഹം ഉണ്ടാവല്ലോ, നമുക്ക് നമ്മളെ ഇഷ്ടമാണല്ലോ, സെൽഫ് ലവ്. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സെൽഫ് ലവ് ഉള്ളവര് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ജീവിക്കുക. അതെ, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അതെ. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനെന്ന് വെക്കാതെ എന്റെ കുടുംബം എന്നങ്ങ് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ ഹാപ്പി, എന്റെ കുടുംബത്തിലുള്ളവരെ ഹാപ്പി, നമ്മുടെ ഫാമിലി ഹാപ്പി, എല്ലാവരും ഹാപ്പി. അതെന്തായാലും നല്ല ട്രിക്കാട്ടോ. ഇന്നലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ എന്താ പറയാ, പഠിപ്പിച്ചു കൊടുക്കണം. സത്യം കേട്ടോ. ഈ കല്യാണം വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് നമ്മള് എന്താ പറയാ, പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. പക്ഷെ എന്താ എക്സാക്ട്ലി വീട്ടുകാർ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുമില്ല. അതുവരെ ജീവിച്ചിരുന്ന കുടുംബ സാഹചര്യത്തിൽ നിന്ന് മാറി വേറൊരു കുടുംബത്തിൽ ചെന്ന് ജീവിക്കുമ്പം ആ മാറ്റത്തിന് വേണ്ടി പിള്ളേർ റെഡി ആണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അതൊരാളും ചോദിക്കാറില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് നിങ്ങൾ തയ്യാറാണോ എന്ന് വീട്ടുകാർ ചോദിക്കണ്ടേ? ചോദിക്കണം. അങ്ങനെ ചോദിച്ച് അവർ തയ്യാറാണെങ്കിൽ മാത്രം ആലോചിക്കാം. അതേപോലെ അവരുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ? അതും വേണം അല്ലേ? അവരുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ ഒത്തിരി വില കൊടുത്തു കഴിഞ്ഞാൽ സത്യം അവർ സമാധാനത്തിൽ ജീവിച്ചോളൂ. അതെ. ഇനിയിപ്പോ അവർക്ക് കല്യാണം വേണ്ടെന്നാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഒരു സമ്മതിക്കണില്ല എന്നുള്ളതാണ്. അല്ല, ഇവിടെ നാത്തൂന്റെ മക്കൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കോ? സാധിച്ചു കൊടുക്കും. അങ്ങനെ വേണം ചിന്തിക്കാൻ. പക്ഷെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല. അതെ, സത്യം. ഇന്നത്തെ കാലത്ത് അതിനെ പറ്റി മാറ്റി ചിന്തിക്കണം. എന്തിനാണ് ഒരാള് കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്? അതെ, ഒറ്റയ്ക്കും ജീവിക്കാലോ. അത് തന്നെ. അല്ല, ഞാനത് ആ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രീകുട്ടി എന്താ ഇതുവരെ കല്യാണം കഴിക്കായിരുന്നേ? ഒന്നും തോന്നല്ലേ? അയ്യോ, ഒന്നുമില്ല. അല്ല, അതിന് പറ്റിയൊരു പയ്യനെ കിട്ടിയില്ല, അതാണ് സത്യം. ആണല്ലേ? അല്ല നാത്തൂനെ, ഈ മണിക്കുട്ടച്ചേട്ടന് കുറെ പ്രായമായില്ലേ, എന്താ കല്യാണം കഴിക്കാത്തെ? ആ ചോദ്യം എന്നെ ചോദിക്കാൻ ശ്രീകുട്ടിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. നാട്ടുകാരോട് ഉത്തരം പറഞ്ഞ് എനിക്ക് വയ്യാണ്ടായി. എന്തുകൊണ്ട് കല്യാണം നടന്നില്ല? സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. എത്ര ആലോചന കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? അവസാനം അത് എങ്ങനെയെങ്കിലും മുടങ്ങും. എത്ര പറഞ്ഞാലും ചേട്ടനൊരു താല്പര്യമില്ല കല്യാണം കഴിക്കാനായിട്ട്. നിർബന്ധിച്ചില്ലേ? കുറെ ആൾക്കാരെ നിർബന്ധിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ഇങ്ങനെ പോയി. ഇനി ചിലപ്പോ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിലോ? ഏയ്, മനസ്സിലാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് എല്ലാ കാര്യവും പറയണതാണ് പൊതുവെ. അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇല്ല. അല്ല, ഇനിയിപ്പോ ഉണ്ടെങ്കില് അല്ല, നാത്തു നേരത്തെ പറഞ്ഞല്ലോ, മക്കളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കും. അതുപോലെ മണിക്കുട്ടൻ ചേട്ടന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തൂടെ? നടത്തി കൊടുക്കില്ല. അതെന്താ? അതങ്ങനെയാണ്. ഞാനേ എന്റെ മക്കളുടെ കാര്യം വരുമ്പോ ഭയങ്കര മോഡേൺ ചിന്താഗതിയൊക്കെയാണ്. പക്ഷെ എന്റെ സഹോദരന്റെ കാര്യം വരുമ്പോഴേ ഞാൻ ഇച്ചിരി ഓൾഡ് ടൈപ്പാ. ചേട്ടന്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം പോസിറ്റീവാണ്. എന്റെ ചേട്ടന്റെ സ്നേഹവേ എനിക്ക് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പൊ അത് വേറെ ആരും പകുത്തോണ്ട് പോവണ്ട, മനസ്സിലായ? അല്ല, ഇനിയിപ്പോ ആരെങ്കിലും വന്നാലോ? ഇനിയിപ്പോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനാ വഴിക്ക് ഓട്ടിക്കാനുള്ള നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ എന്താ നല്ല കാര്യം എന്ന് പറഞ്ഞതാ. ആണല്ലേ? കൊള്ളാലോ നമ്പർ. ഞാനേ എന്റെ പിള്ളേർ എവിടെയൊന്ന് നോക്കിട്ട് വരട്ടെ. എന്തായാലും മടക്കി വെച്ചല്ലേ, കൊണ്ടുവച്ചോട്ടെ മുകളില്. താങ്ക്സ്. ഓഹോ, അപ്പൊ എന്റെ മാക്കും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാത്തതിന്റെ കാരണം ഭാർഗവൻപിള്ള മാത്രമല്ല, നീയും കൂടെ ആണല്ലോടി മണിക്കുട്ടി. എന്റെ മാക്കൂനെ വരച്ച വരയിൽ നിർത്താൻ എനിക്കറിയാമെങ്കിൽ
നിന്നെ ഞാൻ വരച്ച വരയിൽ നിർത്തുവടി മണിക്കുട്ടി. അവളുടെ ഒരു തുണി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.